വെളിപാട് 7-ാം അധ്യായത്തിൽ പറയുന്ന 144,000 പേർ ആരെന്നും വെളിപാട് 12-ലെ അടയാളം എന്തെന്നും എല്ലാവരും കൗതുകത്തോടെ ഉറ്റുനോക്കുന്ന കാര്യങ്ങളാണ്. 144,000 പേർ സ്പിരിച്വൽ ഇസ്രായേലിൽ പെട്ടവരെന്നും ആയതിനാൽ തങ്ങൾ ആ 144,000-ൽ ഉൾപ്പെടുമെന്നും അവസാന കാലത്ത് ശക്തിപ്പെട്ട് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുമെന്നും ചിലർ വിശ്വസിക്കുന്നു. സ്ത്രീ ഇസ്രായേൽ അല്ലെങ്കിൽ മറിയ ആണെന്നും സ്ത്രീ പ്രസവിച്ച ആൺകുട്ടി ഇരുമ്പുദണ്ഡ് കൊണ്ട് ഭരിക്കാനുള്ളവനെന്ന് പറയുന്നതിനാൽ മനുഷ്യപുത്രനാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. എന്നാൽ തിയത്തീറായിലെ സഭയിൽ നിന്ന് വിജയം വരിക്കുന്നവനും അവസാനം വരെ സൽപ്രവൃത്തികൾ ചെയ്യുന്നവനും ജനപദങ്ങളുടെ മേല് അധികാരം നൽകപ്പെടുന്നുണ്ട്. ഇരുമ്പുദണ്ഡ് കൊണ്ട് മേയിക്കാനും മൺപാത്രങ്ങൾ പോലെ അവരെ തകർക്കാനും ഇവർക്കും അധികാരമുള്ളതായി കാണാം. ആയതിനാൽ ഇരുമ്പുദണ്ഡ് കൊണ്ട് ഭരിക്കാനുള്ളവനെന്നത് മാത്രം കണക്കിലെടുക്കാൻ പറ്റില്ല. പ്രധാനമായും ആൺകുട്ടിയെ പ്രസവിച്ച ഉടനെ തന്നെ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോവുകയും അവിടെ 1260 ദിവസം സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഇക്കാര്യങ്ങളെല്ലാം സംഭവിച്ചത് യുഗാവസാനത്തിൽ കുഞ്ഞാട് സിംഹാസനത്തിനരികിൽ നിന്ന് മുദ്രകൾ തുറന്നപ്പോഴാണ്. സ്വർഗത്തിലെ വലിയ ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. അവളുടെ പാദങ്ങൾക്കിടയിലെ ചന്ദ്രന്, ശിരസ്സിലെ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ഈ അടയാളത്തിന്റെ തുടക്കം ഉൽപ്പത്തിയിൽ 37-ാം അധ്യായത്തിൽ പറയുന്ന യോസേഫിനു ലഭിച്ച ദർശനവുമായി സാമ്യമുള്ളതാണ്. യോസേഫിന് വീണ്ടും ഒരു സ്വപ്നമുണ്ടായി. അവന് തന്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഞാന് വേറൊരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണുവണങ്ങി. അവന് ഇത് പിതാവിനോടും സഹോദരന്മാരോടും പറഞ്ഞപ്പോൾ പിതാവ് അവനെ ശകാരിച്ചുകൊണ്ടു പറഞ്ഞു, എന്താണു നിന്റെ സ്വപ്നത്തിന്റെ അർത്ഥം? ഞാനും നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ നിലം പറ്റ താണു വണങ്ങണമെന്നാണോ? വെളിപാട് 12-ലെ അടയാളത്തിലെ സൂര്യൻ എന്നത് യാക്കോബ് അല്ലെങ്കിൽ ഇസ്രായേലാണ്. ചന്ദ്രൻ എന്നത് യാക്കോബിന്റെ ഭാര്യ റാഞ്ഞേൽ. 12 നക്ഷത്രങ്ങൾ ഇസ്രായേലിന്റെ 12 മക്കൾ അഥവാ 12 ഗോത്രങ്ങളാണ്. സ്ത്രീ എന്നത് ദൈവത്തിന്റെ മണവാട്ടിയായ സിയോൻ പുത്രി എന്ന് വിളിക്കപ്പെടുന്ന സഭയാണ്. അവള് ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാല് അവള് നിലവിളിച്ചു. പ്രസവക്ലേശത്താല് അവള് ഞെരുങ്ങി. അവന് ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാര് തനിച്ച് അവനെ സമീപിച്ചു പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിന്റെയും യുഗാന്ത്യത്തിന്റെയും അടയാളമെന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. യാഹുഷ പറഞ്ഞു, ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാന് സൂക്ഷിച്ചു കൊള്ളുവിന്. പലരും എന്റെ നാമത്തില് വന്ന് താൻ അഭിഷിക്തനാണെന്ന് പറയുകയും അനേകരെ വഴി തെറ്റിക്കുകയും ചെയ്യും. നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, അവയെപ്പറ്റിയുള്ള കിംവദന്തികളും. എന്നാല് നിങ്ങൾ അസ്വസ്ഥരാകരുത്, കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. എന്നാല് ഇനിയും അവസാനമായിട്ടില്ല. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്. യുഗാന്ത്യത്തിന്റെ ആരംഭത്തിൽ സംഭവിച്ചു കഴിഞ്ഞ മണവാട്ടിയായ സഭയുടെ ഈറ്റുനോവിന്റെ ആരംഭത്തെ പറ്റിയാണ് യാഹുഷ ഇവിടെ പ്രവചിച്ചിരിക്കുന്നത്. സ്വർഗത്തിലെ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ, അഗ്നിമയനായ ഒരു സർപ്പം. അതിനു 7 തലയും 10 കൊമ്പും. തലകളിലെ 7 കിരീടങ്ങള്. അതിന്റെ വാല ആകാശത്തിലെ നക്ഷത്രങ്ങളില് 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. മനുഷ്യര് ഭൂമിയില് പെരുകാന് തുടങ്ങുകയും അവർക്ക് പുത്രിമാര് ജനിക്കുകയും ചെയ്തപ്പോള് മനുഷ്യപുത്രിമാര് അഴകുള്ളവരാണ് എന്നു കണ്ട് ദൈവപുത്രന്മാര് തങ്ങൾക്കിഷ്ടപ്പെട്ടവരെയെല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു. സ്വന്തം നില മറന്നു തങ്ങളുടേതായ വാസസ്ഥാനം ഉപേക്ഷിച്ചു കളഞ്ഞ ദൂതന്മാരെ മഹാദിനത്തിലെ വിധിവരെ അവിടുന്ന് അന്ധകാരത്തില് നിത്യബനധനത്തില് സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് ഓർക്കുക. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല. വിധിദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിലെ ഇരുൾക്കുഴികളിലേക്കു തള്ളിവിട്ടു. 1/3 ദൂതന്മാർ തങ്ങളുടെ വാസസ്ഥലം ഉപേക്ഷിച്ചു ദൈവക്രോധത്തിന് ഇരയാവുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാന് സർപ്പം അവളുടെ മുമ്പില് കാത്തുനിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പുദണ്ഡ് കൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവന്. അവളുടെ ശിശു ദൈവത്തിന്റെയും അവിടുത്തെ സിംഹാസനത്തിന്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. സമയമാകുന്നതിനു മുൻപേ അവള് പ്രസവിച്ചു. പ്രസവവേദന ഉണ്ടാകുന്നതിനു മുൻപു തന്നെ അവള് ഒരു പുത്രനെ പ്രസവിച്ചു. ആരെങ്കിലും ഇങ്ങനൊന്ന് കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടാ? ഒരു ദിവസം കൊണ്ട് ഒരു ദേശമുണ്ടാകുമോ? ഒരു നിമിഷം കൊണ്ട് ഒരു ജനത രൂപം കൊള്ളുമോ? പ്രസവവേദന തുടങ്ങിയപ്പോഴേ സിയോന് പുത്രരെ പ്രസവിച്ചു. ഈ വചനങ്ങളിൽ നിന്ന് സ്ത്രീ പ്രസവിച്ച കുട്ടി ഒരു ജനതയാണെന്ന് വ്യക്തമാണ്. 144,000 പേർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യഫലമായി മനുഷ്യരിൽ നിന്നു വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ദൈവത്തിന്റെ സഭ പ്രസവിച്ച ആൺകുട്ടി അല്ലെങ്കിൽ പുത്രൻ അല്ലെങ്കിൽ പുത്രർ അല്ലെങ്കിൽ ജനത ആരെന്നു ചോദിച്ചാൽ 12 ഗോത്രങ്ങളിൽ നിന്നുള്ള 144,000 പുരുഷന്മാർ ആണെന്നും യുഗാവസാനത്തിൽ ഭൂമിയിൽ നിന്ന് ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യഫലമായി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് ഇവരാണെന്നും നമുക്ക് മനസ്സിലാക്കാം. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിനു ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. സിയോൻ പുത്രി, പ്രസവവേദനയനുഭവിക്കുന്ന സ്ത്രീയെപ്പോലെ നീ വേദനയാല് പുളയുക. നീ ഇപ്പോൾ ഈ നഗരം വിട്ടുപോയി വിജനപ്രദേശത്ത് വസിക്കേണ്ടിവരും. നീ ബാബിലോണിലേക്കു പോകും. അവിടെ വച്ചു നീ രക്ഷിക്കപ്പെടും. യാഹ്വ നിന്നെ ശത്രുകരങ്ങളിൽ നിന്ന് വീണ്ടെടുക്കും.
അനേകം ജനതകൾ നിനക്കെതിരെ സമ്മേളിച്ചു പറയുന്നു, അവൾ അശുദ്ധയാകട്ടെ, നമുക്ക് അവളുടെ നാശം കണ്ട് സന്തോഷിക്കാം. എന്നാൽ യാഹ്വയുടെ വിചാരങ്ങൾ അവരറിയുന്നില്ല, അവിടുത്തെ ആലോചനകൾ അവര് ഗ്രഹിക്കുന്നില്ല. മെതിക്കളത്തില് കറ്റയെന്ന പോലെ അവിടുന്ന് അവരെ ശേഖരിച്ചിരിക്കുന്നു. സിയോൻ പുത്രി, എഴുന്നേറ്റ് മെതിക്കുക, ഞാൻ നിന്റെ കൊമ്പ് ഇരുമ്പും കുളമ്പ് പിച്ചളയുമാക്കും. അനവധി ജനതകളെ നീ ചിതറിക്കും, അവരിൽ നിന്നെടുത്ത കൊള്ള മുതൽ നീ യാഹ്വക്ക് അർപ്പിക്കും. അവരുടെ സമ്പത്ത് ഭൂമി മുഴുവന്റെയും യാഹ്വക്ക് നീ കാഴ്ചവെക്കും. അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവര് പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്കിടമില്ലാതായി. ആ വലിയ സർപ്പം, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, അവനോടുകൂടി അവന്റെ ദൂതന്മാരും. യാഹുഷ പറഞ്ഞു, സാത്താന് സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബദിക്കുന്നതു ഞാന് കണ്ടു. കൊടുങ്കാറ്റിൽ ആടിയിലയുന്ന അത്തിവൃക്ഷത്തിൽ നിന്നു പച്ചക്കായക് പൊഴിയുന്നതുപോലെ ആകാശ നക്ഷത്രങ്ങള് ഭൂമിയിൽ പതിച്ചു. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാന് കേട്ടു, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. ഏഴാമത്തെ ദൂതന് കാഹളം മുഴക്കി. അപ്പോൾ സ്വർഗത്തില് വലിയ സ്വരങ്ങളുണ്ടായി, ലോകത്തിന്റെ ഭരണാധികാരം നമ്മുടെ കർത്താവിൻ്റേതും അവിടുത്തെ അഭിഷിക്തന്റേതുമായിരിക്കുന്നു. അവിടുന്ന് എന്നേക്കും ഭരിക്കും. എന്തെന്നാല് നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകല് ദൈവസമക്ഷം അവരെ പഴിപറയുകയും ചെയ്തിരുന്നവന് വലിച്ചെറിയപ്പെട്ടു. വെളിപാട് 12 ഈ യുദ്ധത്തിന് ശേഷമാണ് സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേലെ വിജയം നേടി. ജീവന് നൽകാനും അവര് തയ്യാറായി. ഇതിനുശേഷം ഞാന് നോക്കിയപ്പോൾ ഇതാ, എണ്ണിത്തിട്ടപ്പെടുത്താന് ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം. അവര് സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവര്. അവര് വെള്ളയങ്കി അണിഞ്ഞു കൈകളില് കുരുത്തോലയുമായി സിംഹാസനത്തിനു മുമ്പിലും കുഞ്ഞാടിന്റെ മുമ്പിലും നിന്നിരുന്നു. ശ്രേഷ്ഠന്മാരിൽ ഒരുവന് എന്നോട് ചോദിച്ചു, വെള്ളയങ്കി അണിഞ്ഞ ഇവരാരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഞാന് മറുപടി പറഞ്ഞു, പ്രഭോ, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവന് പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവര്. കുഞ്ഞാടിന്റെ രക്തത്തില് തങ്ങളുടെ വസ്ത്രങ്ങള് കഴുകി വെളുപ്പിച്ചു. അതിനാല് സ്വർഗമേ, അതില് വസിക്കുന്നവരെ ആനന്ദിക്കുവിന്. എന്നാല് ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. താന് ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്നു കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു. സർപ്പത്തിന്റെ വായിൽ നിന്നു രക്ഷപ്പെട്ടു തന്റെ സങ്കേതമായ മരുഭൂമിയിലേക്കു പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്കു വൻകഴുകന്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു. ചാക്കുടുത്തു 1260 ദിവസം പ്രവചിക്കാന് ഞാൻ എന്റെ 2 സാക്ഷികൾക്ക് അനുവാദം കൊടുക്കും. അവര് ഭൂമിയുടെ നാഥന്റെ മുമ്പിൽ നിൽക്കുന്ന 2 ഒലിവുമരങ്ങളും 2 ദീപപീഠങ്ങളുമാണ്. സ്ത്രീയെ ഒഴുക്കിക്കളയാന് സർപ്പം തന്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. എന്നാല് ഭൂമി അവളെ സഹായിച്ചു. അതു വായു തുറന്ന് സർപ്പം വായിൽ നിന്ന് ഒഴുക്കിയ നദിയെ വിഴുങ്ങിക്കളഞ്ഞു. ആരെങ്കിലും അവരെ ഉപദ്രവിക്കാന് ഇച്ഛിച്ചാല് അവരുടെ വായിൽ നിന്ന് അഗ്നി പുറപ്പെട്ടു ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവരെ ഉപദ്രവിക്കാന് പുറപ്പെടുന്നവര് ഇങ്ങനെ കൊല്ലപ്പെടണം. തങ്ങളുടെ പ്രവചന ദിവസങ്ങളില് മഴ പെയ്യാതിരിക്കാന് വേണ്ടി ആകാശം അടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ജലാശയങ്ങളെ രക്തമാക്കി മാറ്റാനും ആഗ്രഹിക്കുമ്പോഴൊക്കെ സകല മഹാമാരികളും കൊണ്ട് ഭൂമിയെ പീഡിപ്പിക്കാനും അവർക്കധികാരമുണ്ട്. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകള് കാക്കുന്നവരും യേശുവിനു സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളില് ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാന് അത് പുറപ്പെട്ടു. അത് സമുദ്രത്തിന്റെ മണൽത്തിട്ടയില് നിലയുറപ്പിച്ചു. ഇവിടെയാണ് ദൈവത്തിന്റെ കൽപ്പനകള് പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസവും വേണ്ടത്. അനന്തരം സ്വർഗത്തിൽ നിന്നു പറയുന്ന ഒരു സ്വരം ഞാന് കേട്ടു, എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിലെ മൃതിയടയുന്നവർ അനുഗ്രഹീതരാണ്. അതെ, തീർച്ചയായും അവര് തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും. അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നു എന്ന് ആത്മാവ് അരുളി ചെയ്യുന്നു. വെളിപാട് 12 അടയാളത്തിലെ സ്ത്രീ എന്നത് സിയോൻ പുത്രിയായ കുഞ്ഞാടിന്റെ മണവാട്ടിയായ സഭയാണെന്ന് നമ്മൾ കണ്ടു. അവളുടെ സന്താനങ്ങൾ ക്രമപ്രകാരം ഒന്നാമത്തേത് സമയമാകുന്നതിന് മുന്നേ തന്നെ അവൾ പ്രസവിച്ച 144,000 പുരുഷന്മാർ. രണ്ടാമത്തേത് കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും പിശാചിനുമേൽ വിജയം നേടുകയും ജീവന് നൽകാനും തയ്യാറായ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ. മൂന്നാമത്തേത് 1260 ദിവസം പ്രവചിച്ച സാക്ഷികൾ. നാലാമത്തേത് ദൈവകൽപ്പനകള് കാക്കുന്നവർ. അഞ്ചാമത്തേത് യേശുവിനു സാക്ഷ്യം വഹിക്കുന്നവർ. And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.